ഇവിടെ രണ്ട് രണ്ട് ഒരു ചാക്ക് പേപ്പർ കത്തിച്ചിട്ടുണ്ട് വീടിൻ്റെ അപ്പുറത്ത്. അതിന് മുനിസിപ്പാലിറ്റി വന്നിട്ട് പാഞ്ഞ് വന്നിട്ട് വേഗം ബൊലോറേറ്റും കാറിറ്റും വന്നിട്ട് തീരുമാനം എടുത്തു. ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ടല്ല അധികാരം കൊണ്ട് വരട്ടെ, ഇവിടെ തീരുമാനം 5000 10,000 മേടിച്ച് ഇവിടെ വേസ്റ്റ് എത്തിക്കാം. ഇപ്പോൾ സ്മെല്ല് വരുന്ന നോക്കൂ, പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് ഇത് വരുന്നത്. ഇപ്പോൾ ആർക്കും ഒരു അതുമില്ല. ലോഡ് കണക്കിന് ടിപ്പർ ബോഡി വണ്ടി ലോഡ് കണക്കിന് വന്നിട്ടാണ് ഇവിടെ വേസ്റ്റ് എത്തിക്കണത്. അമ്പലത്തിൻ്റെ മുകളിൽ ഇതൊരു മാഫിയ തന്നെയാണ്. രാത്രി 3 മണിക്ക് ഇങ്ങനെ ഭയങ്കര പൊട്ടലും ഇതും കേട്ടിട്ട് വാതിൽ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഒന്നാകെ കത്തിയിട്ട് ആകെ പുകയിതും ഭയങ്കര പൊട്ടല്, ചില്ലും കുപ്പിയും ഒക്കെ കൂടിയിട്ട് പൊട്ടല്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, ചെറിയ കുട്ടികളൊക്കെ കടന്നുറങ്ങി രാത്രി കിടക്കണ ആരും അറിയില്ലല്ലോ. രാത്രി കിടക്കുമ്പോൾ നമ്മൾ നേരം മുതൽ എണീക്കുമ്പോഴാവും ഈ കത്തണേ. അപ്പോൾ രാത്രി എത്ര ശ്വസിച്ചിട്ടുണ്ടാവും നമ്മൾ പോകാം. തീപിടുത്തമാകാൻ കാത്തിരുന്ന നഗരസഭ, മാലിന്യ മാഫിയയും ഭരണാനാസ്ഥയും ചേർന്നുണ്ടാക്കിയ മനുഷ്യവിരുദ്ധ കുറ്റകൃത്യം. കിഴക്കേക്കരയിലെ ജനവാസ മേഖലയിലുണ്ടായ മാലിന്യ കൂമ്പാര തീപിടുത്തം ഒരു അപകടമല്ല, അതൊരു മുൻകൂട്ടി എഴുതിയ ദുരന്ത കഥയാണ്. 3 മാസത്തോളം നീണ്ട നഗരസഭയുടെ അനാസ്ഥയും നിയമത്തെ വെല്ലുവിളിച്ച മാലിന്യ മാഫിയയുടെ അഹങ്കാരവുമാണ് ഇന്നലെ പുലർച്ചെ പുകയായി ആകാശത്തേക്കുയർന്നത്. അങ്കനവാടി, അമ്പലം, 100 വീടുകൾ, രോഗികളും വയോധികരും അടക്കം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മരുന്നുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, ടയർ അവശിഷ്ടങ്ങൾ, റബ്ബർ പൈപ്പുകൾ തുടങ്ങി വിഷവസ്തുക്കളുടെ കൂമ്പാരം രൂപപ്പെട്ടിട്ടും ഇതൊരു അപകടമാണെന്ന് പറയുന്നത് പൊതുസമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആക്രിശേഖരണം എന്ന മറവിൽ പ്രദേശത്ത് നടന്നത് അനധികൃത മാലിന്യ നിക്ഷേപം തന്നെയായിരുന്നു. നിയമവും മനുഷ്യജീവിതവും ഒന്നും വില കൊടുക്കാതെ രാത്രികളിൽ മാലിന്യം തള്ളുന്ന ഒരു സംഘടിത മാലിന്യ മാഫിയ ഇവിടെ പ്രവർത്തിച്ചുവെന്നത് നാട്ടുകാർക്കറിയാമായിരുന്ന സത്യമാണ്. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കേണ്ട നഗരസഭ ചെയ്തത് എന്ത്? ഒരു നോട്ടീസ്, അതിനുശേഷം കുറ്റകരമായ മൗനം. 3 മാസം മുന്നേ തന്നെ അനധികൃത മാലിന്യ നിക്ഷേപത്തെ കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. നാട്ടുകാരുടെ പരാതികൾ നഗരസഭയുടെ ഫയലുകളിലേക്കും മേശപ്പുറത്തേക്കും എത്തിയിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടികളില്ലാതിരുന്നത് ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ സൗഹൃദം ആരോടാണെന്ന ചോദ്യമുയർത്തുന്നു. നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന സ്ഥിരം ഉദ്യോഗസ്ഥ മറുപടി ഇവിടെ പുരോഗമിച്ചത് നടപടികളല്ല, ഒരു തീപിടുത്തത്തിലേക്കുള്ള യാത്രയായിരുന്നു. ഇന്ന് കത്തിയത് മാലിന്യം മാത്രമല്ല, കത്തിയത് ജനങ്ങളുടെ വിശ്വാസമാണ്, ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, നിയമത്തിന്റെ വിശ്വാസ്യതയാണ്. വിഷപ്പുക ശ്വസിച്ച് വീടിനകത്ത് അടച്ചിടപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്നു, ഒരു കുട്ടിക്കോ ഒരു രോഗിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി? ഈ ചോദ്യം ഇനി ഫയലുകളിൽ അടച്ചുവെക്കാൻ നഗരസഭയ്ക്ക് കഴിയില്ല. ഇതൊരു മുന്നറിയിപ്പല്ല, ഇത് നഗരസഭയ്ക്കും മാലിന്യ മാഫിയയ്ക്കുമെതിരായ കുറ്റപത്രമാണ്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി, മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യൽ, മാലിന്യ മാഫിയയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൽ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സ്ഥിരം സുതാര്യ സംവിധാനം. ഇവയൊന്നും നടപ്പാക്കാതെ വളാഞ്ചേരി നഗരസഭയ്ക്ക് ഈ ജനങ്ങളോട് കണ്ണിൽ കണ്ണിട്ട് സംസാരിക്കാൻ അവകാശമില്ല. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ 16 ഇത് സംഭവിച്ചിട്ടുള്ളത്. മഞ്ചറ ഭാഗത്ത് 2 മാസം മുമ്പേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡബ് ചെയ്താണ് ഒരു കരീം എന്ന വ്യക്തിയുടെ പറമ്പിൽ. അന്ന് ഇതേമാതിരിക്ക് കൗൺസിലർ മുനിസിപ്പാലിറ്റിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റി നടപടി എടുത്തുകണ്, ഫൈൻ ഇട്ടുകണെന്ന് പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്ന് ഈ ഡബ് ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ടാവാത്ത കാരണം വീണ്ടും അന്വേഷിച്ചപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ അത് തീയിട്ടിട്ടുണ്ട്. തീയിട്ടത് ആരാന്നറിയില്ല, സ്ഥലത്തിൻ്റെ ഉടമ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെതിരെ ശക്തമായ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയാണ് ഉള്ളത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയും പോലീസും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ജനവാസ കേന്ദ്രമാണിത്. അമ്പലമുണ്ട്, ഇവിടെ തൊട്ടടുത്തൊരു അങ്കലവാടി ഉണ്ട്. ഇതൊക്കെ അതിന് രോഗികളുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഇത് കത്തിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക്കാണ് കത്തിച്ചിട്ടുള്ളത്. രാവിലെ അതിൻ്റെ അസ്വസ്ഥത നാട്ടുകാർ പറയുകയുണ്ടായി. ഇവിടെ മാത്രമല്ല, ഇതേ കംപ്ലൈൻറ്റ് ഇതിൻ്റെ മേലത്തെ കാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഇതേമാതിരിക്ക് കത്തലും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടാണ് അത് തീ അണച്ചത്. ഇപ്പോൾ അതിൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോലെ എല്ലാ ഭാഗത്തും ഗേറ്റ് വെച്ചിട്ട് അങ്ങോട്ട് കയറാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതേ അവസ്ഥ തന്നെ ഉള്ളത്. രാത്രി ഈ സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞത് അയാൾ അറിയാതെ ഒന്നും നടക്കൂലല്ലോ. അയാൾ അറിയാതെ എങ്ങനെ സ്വന്തം പറമ്പിൽ ഈ വേസ്റ്റ് കൊടുത്തിട്ടല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇയാളും ഇതില് മുനിസിപ്പാലിറ്റിയുടെയും അതേമാതിരിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി തന്നെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധമായിട്ട് രംഗത്തുണ്ടാവും. ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായില്ല, മഞ്ചറ അമ്പലത്തിന്റെ അടുത്ത് കൊടുത്തിട്ട് ഒരു കേസ്. അതുപോലെ ആ ടീം തന്നെയാണോ ഇത്? അതോ അവരല്ല, ഇത് വളാഞ്ചേരി ഇതിനായിട്ടുള്ള ഒരു ഫ്രോഡ് ടീമുണ്ട്. ഇവിടെ വളാഞ്ചേരി മയക്കുമരുന്നിന് അടിമയിൽ പോയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഇത് ഏൽപ്പിക്കുന്നത്, അവരാണ് ഇത് കൊടുന്നിടുന്നത്. അവരെ തെരഞ്ഞു പോകുമ്പോൾ പോലീസ് പറഞ്ഞത് അവർ വരുന്നില്ല,
അവർ ഇന്നലെ തിരഞ്ഞു പോയി, അവരുടെ അടുത്ത് പോയി, അവർ വരുന്നില്ല. പിന്നെ ഇതിന് മുന്നേ പോയി വരുന്നില്ല. അവരെന്താ ഇപ്പോൾ ചെയ്യാന്നൊരിതില്ല. അത്രയ്ക്കും ഫ്രോഡ്. ഓല് എന്താ ചെയ്തോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ പേരിൽ നടപടി എടുത്തോളൂ, ഫൈൻ ഞങ്ങൾ അടയ്ക്കുക, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു നമ്മൾ അന്വേഷിക്കുമ്പോൾ. അതിന് കർശനമായിട്ട് പോലീസ് അതിന് കർശന നടപടി എടുക്കുക വേണം. ഇതിൻ്റെ പേരിൽ ഇതിന്ന് ഇവിടെ ആവർത്തിച്ചു, ഇനി നാളെ വേറെ സ്ഥലത്ത് ആവർത്തിക്കും. അപ്പോഴും ഇതന്നെയല്ലേ പോലീസ് പറയണത്, അവരെ തിരഞ്ഞെടുപ്പ് കിട്ടണില്ല, അവർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു നല്ലൊരു നടപടിയല്ലല്ലോ. ശക്തമായി പ്രതിഷേധിക്കേണ്ട വഴി ഇവിടെ ജനങ്ങൾ. ആളുകൾക്ക് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, ചെറിയ കുട്ടികളൊക്കെ കടന്നുറങ്ങി രാത്രി കിടക്കണ ആരും അറിയില്ലല്ലോ. രാത്രി കിടക്കുമ്പോൾ നമ്മൾ നേരം മുതൽ എണീക്കുമ്പോഴാവും ഈ കത്തണത്. അപ്പോൾ രാത്രി എത്ര ശ്വസിച്ചിട്ടുണ്ടാവും നമ്മൾ എത്ര പുക നമ്മൾ ശ്വസിച്ചിട്ടുണ്ടാവും, നമ്മൾ ആരും അറിയണില്ലല്ലോ. നമ്മൾ രാവിലെ അറിയണത്. ഇന്നലെ രാത്രി കത്തിച്ചതാണ്. ഇന്ന് നേരം വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചുറ്റുപാടുള്ള പ്രദേശവാസികൾ എത്ര ശ്വാസം നമ്മൾ ശ്വസിച്ചിട്ടുണ്ടാവും, ഒന്നും അറിയണില്ലല്ലോ. കിടപ്പ് രോഗികളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ശ്വാസം മുട്ടിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ മഞ്ചറ അമ്പലത്തിനവിടെ താഴത്ത് പീടി നടത്തുന്ന രഞ്ജിത്താണ്. ഞാൻ വീട് മഞ്ചറ തന്നെയാണ്. അമ്പലത്തിനോടേക്ക് കയറുന്നിടത്താണ് വീടുള്ളത്. അവിടെ ഞാൻ രാത്രി 10 മണിക്ക് ശേഷം അവിടെ കൂട്ടിയിട്ട് പേപ്പറുകൾ കത്തിച്ചിരുന്നു. അതിന് മുനിസിപ്പാലിറ്റി 2 വട്ടം വന്നിട്ട് 5000 രൂപ ഫൈൻ എഴുതി പോയി. എന്നിട്ട് അതിൻ്റെ ഫൈൻ വന്ന് കിടക്കുന്നുണ്ട്. അത് അടയ്ക്കാനുണ്ട്. ഇപ്പോൾ അതാ എൻ്റെ നാട്ടിൽ അമ്പലത്തിൻ്റെ മുകളിൽ വർക്ക്ഷോപ്പ് വേസ്റ്റുകൾ, വേറെ മാലിന്യങ്ങൾ ആ കാട് മൊത്തം കത്തിച്ചാണ്. അതിന് മുനിസിപ്പാലിറ്റിക്കോ നാട്ടിലേക്കോ ആർക്കും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടോ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ അതവിടെ അംഗനവാടിയുടെ ബാക്കിൽ വേസ്റ്റ് കൊടുത്തിട്ട് 5000 10,000 കൊടുത്തിട്ട് വേസ്റ്റ് കത്തിക്കണം. എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി നടപടി എടുക്കണില്ല? ഞങ്ങൾ നാട്ടിൽ ഇവിടെ ആകെ പ്രക്ഷേപത്തിലാണ്. ഇവിടെ ഒരു ചാക്ക് പേപ്പർ കത്തിച്ചുള്ളൂ വീടിൻ്റെ അപ്പുറത്ത്. അതിന് മുനിസിപ്പാലിറ്റി വന്നിട്ട് പാഞ്ഞു വന്നിട്ട് വേഗം ബൊലോറേറ്റും കാറിട്ട് വന്നിട്ട് തീരുമാനം എടുത്തു. ഇങ്ങോട്ട് വരട്ടെ, നിങ്ങളല്ല അധികാരം കൊണ്ട് വരട്ടെ, ഇവിടെ തീരുമാനം 5000 10,000 മേടിച്ച് ഇവിടെ വേസ്റ്റുകൾ എത്തിക്കാം. ഈ ചെറുകിട വ്യാപാരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് അതിനോട് അതന്നെ ഇതിന് 5000 10,000 മേടിച്ചിട്ട് ഇപ്പോൾ സ്മെല്ല് വരുന്ന നോക്കൂ, പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് ഇത് വരുന്നത്. ഇപ്പോൾ ആർക്കും ഒരു അതുമില്ല. ലോഡ് കണക്കിന് ടിപ്പർ ബോഡി വണ്ടി ലോഡ് കണക്കിന് വന്നിട്ടാണ് ഇവിടെ വേസ്റ്റ് എത്തിക്കണത്. അമ്പലത്തിന്റെ മുകളിൽ ഇതൊരു മാഫിയ തന്നെയാണ്. അത് നമുക്ക് അങ്ങനെ പറയാൻ വയ്യ. പക്ഷെ പറമ്പേർക്ക് എന്തായാലും പറമ്പിൽ ഒരു കത്തിക്കുമ്പോൾ പൈസ കിട്ടാതെ പറമ്പിൽ കത്തിക്കാൻ സമ്മതിക്കോ? നിങ്ങളെ പറമ്പിൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല, പൈസ കിട്ടാതെ നമ്മൾ ഒരിക്കലും ഇതിന് ചെയ്യൂല. വർക്ക്ഷോപ്പ് വേസ്റ്റുകൾ, ഹോട്ടൽ വേസ്റ്റുകൾ, ആക്രി സാധനങ്ങളുടെ വേസ്റ്റ് കൊടുത്ത് കത്തിക്കുക. ഒഴിഞ്ഞ് പറമ്പുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കത്തിക്കുക. എന്താണ് പറമ്പിന് ഓണർമാരാണെങ്കിൽ സമ്മതിച്ചിട്ട് അവിടെയും പൈസ കൊടുത്ത് കത്തിക്കുക. ഇവിടെ ഫുള്ള് എന്താണ് പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലാണ് വരുന്നത്. ഈ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഈ ചെറുകിട സ്ഥാപനങ്ങളിൽ കവറിൻ്റെ അതുപോലെ ഇങ്ങനെ കത്തിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ ഫൈനിടുക, ഇതുപോലുള്ള മാഫിയകൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇവർ അതിനെ അവർ ശ്രദ്ധിക്കണില്ല. അവർ അറിയപ്പെടണില്ല. സത്യം പറഞ്ഞാല് ഇത് അവർ ആരുടെ ശ്രദ്ധയ്ക്ക് വരുന്നില്ല. അപ്പൊ ഇവര് ഈ മാഫിയനോട് കൂട്ടു നിന്നിട്ടാണോ ഇവര്? അത് എന്താന്നുള്ള സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ അവരിന്ന് വന്നിട്ട് എന്താ തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് നോക്കണം. അത് ഇന്ന് വന്നിട്ട് ഇവർ എന്താ തീരുമാനം എടുക്കണം നോക്കിയിട്ട് നമ്മൾ അടുത്ത ഇത് ചാനൽ നമ്മൾ ചെയ്യും. ഇന്നലെ രാത്രി 3 മണിക്കേ ഇങ്ങനെ ഭയങ്കര പൊട്ടലും ഇതും കേട്ടിട്ട് വാതിൽ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഒന്നാകെ കത്തിയിട്ട് ആകെ പുകയിതും ഭയങ്കര പൊട്ടൽ, ചില്ലും കുപ്പിയും ഒക്കെ കൂടിയിട്ട് പൊട്ടൽ. അപ്പോൾ നമുക്ക് എന്തായാലും പരാതി ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂലല്ലോ, ഗ്യാസും ഇതൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരാതി ഉണ്ട്. പുകയൊക്കെ നല്ല വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. അവൾ പേടിച്ചിട്ട് തന്നെയായിരുന്നു പിന്നെ കിടന്നിരുന്നത്. പിന്നെ ഉറങ്ങിയിട്ടില്ല. അത് അസുഖം ഓൽക്കുണ്ട്, ഭർത്താവിനുണ്ട്. അതന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ എന്തായാലും തീരുമാനം വേണം. ഇനി ഒരു നാൾ കൂടി വൈകിയാൽ അടുത്തത് തീപിടുത്തമല്ല, ഒരു മനുഷ്യജീവിതമായിരിക്കും. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ MX വെഡിംഗ് സെന്റർ. 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Valanjeri, Pattambi, Kutanad, Koppam and Kecheri.